കുറച്ച് ക്രൈമുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കുറച്ച് വൊക്കാബുലറീസ് ആണ് പഠിക്കുന്നത്. ക്രിമിനൽ ജസ്റ്റിസ്. സോ ഫസ്റ്റ് വരുന്നത് ബ്രേക്കിംഗ് ദ ലോ. ഓക്കെ. നൗ ബ്രേക്ക് ഓർ വയലേറ്റ്. സോ ബ്രേക്ക് ദ ലോ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ പറയാം. ഒരിക്കലും നമ്മൾ ഡു എ ക്രൈം എന്ന് പറയത്തില്ല. അതിന് പകരം നമ്മൾ എപ്പോഴും പറയുന്നത് കമ്മിറ്റ് എ ക്രൈം എന്നാണ് പറയുന്നത്. അതുപോലെ ബാക്കി ഈ ലോയുമായിട്ട് റിലേറ്റഡ് നമുക്ക് എങ്ങനെ പറയാം. ഒന്നില്ലെങ്കിൽ നമുക്ക് ബ്രേക്ക് ദ ലോ, വയലേറ്റ് ദ ലോ, അല്ലെങ്കിൽ ഒബേ ലോ. ബ്രേക്ക് വയലേറ്റ് എന്ന് വെച്ചാൽ എതിർത്തിട്ടാണ്. ഒബേ ദ ലോ എന്ന് വെച്ചാൽ അനുസരിക്കുന്നു. ഓക്കെ. ബ്രേക്ക് ദ ലോ, വയലേറ്റ് ദ ലോ, ഒബേ ദ ലോ. നെക്സ്റ്റ് വരുന്നത് ഗോ ഓഫ് ദ ട്രെയിൽസ്. ഓക്കെ. ഗോ ഓഫ് ദ റെയിൽസ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഹേവിങ് ഇൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് പെട്ടെന്ന് ഗോ ഓഫ് ദ റെയിൽസ് ടു സ്റ്റാർട്ട് ബിഹേവിങ് ഇൻ എ വേ ദാറ്റ് ഈസ് നോട്ട് ജനറലി അക്സെപ്റ്റബിൾ. സോ അതായത് ഡിസ്ഓണസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇല്ലീഗലായ വേസിലോ നമ്മൾ ബിഹേവ് ചെയ്യുന്നതിനാണ് പറയുന്നത് ഗോ ഓഫ് ദ റെയിൽസ്. ഓഫ്. ഓക്കെ. നൗ അതിനൊരു എക്സാമ്പിൾസ് എന്ന് വെച്ചാൽ ഷീ വെൻ കംപ്ലീറ്റ്ലി ഓഫ് ദ റെയിൽസ് ആഫ്റ്റർ ഹെർ സിസ്റ്റർ ഡൈഡ്. ഓരോരുത്തരുടെ ക്യാരക്ടർ പെട്ടെന്ന് ചേഞ്ച് ആവത്തില്ല. ഷീ വെൻ കംപ്ലീറ്റ്ലി ഓഫ് ദ റെയിൽസ് ആഫ്റ്റർ ഹെർ സിസ്റ്റർ ഡൈഡ്. ഹി വെൻ ഓഫ് ദ റെയിൽസ് ഇൻ ഹിസ് first year at university. Okay. He went off the rails in his first year at university. Okay. He went off the rails in his first year at university. അതായത് ഈ ഫ്രോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഈ പറ്റിക്കുന്നവരെയാണ് ഫ്രോഡ് എന്ന് പറയുന്നത്. റോബറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബാങ്ക് റോബറി അല്ലെങ്കിൽ നമ്മൾ പോസ്റ്റ് ഓഫീസ് റോബറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ആംഡ് വിത്ത് വെപ്പൺസ് റോബ് ചെയ്യുന്നതിനാണ് പറയുന്നത് റോബറി എന്ന് പറയുന്നത്. ഓക്കെ. നൗ ക്രൈം അറിയാം. അപ്പം നമ്മൾ അതിനൊക്കെ ഇൻവെസ്റ്റിഗേഷൻ. സോ വൊക്കാബുലറി എന്ന് പറയുമ്പോൾ ബി ഇൻവെസ്റ്റിഗേറ്റഡ് ഫോർ എ ക്രൈം, be arrested for a crime. Now be tried for a crime. So investigated, arrested, tried for a crime, robbery, fraud. Be arrested on charges of be arrested on charges of rape, fraud, felony charges. Be arrested on charges of എന്താണ് കാരണം ഓൺ ചാർജസ് ഓഫ് റേപ്പ്, ഫ്രോഡ്, ഫെലണി. ഇനി കുറച്ച് വേർഡ്സ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് വേർഡ് എന്ന് വെച്ചാൽ ഇൻഫ്രാക്ഷൻ. ഇതിനകത്തില്ല. ഇൻഫ്രാക്ഷൻ എന്ന് വെച്ചാൽ ചെറിയ പിക്ക് പോക്കറ്റിംഗ്, അങ്ങനെ വളരെ ചെറിയതായ ഒരു മോഷണം അല്ലെങ്കിൽ ചെറിയൊരു ക്രൈമിനെയാണ് ഇൻഫ്രാക്ഷൻ എന്ന് പറയുന്നത്. സോ അതിനേക്കാൾ കുറച്ചും കൂടെ ഇച്ചിരി കൂടെ മീഡിയം, ഇപ്പോൾ 1-2 ദിവസം അറസ്റ്റിലാവുകയാണെങ്കിൽ അതിനെ പറയുന്നത് മിസ്ഡീമെനിയർ. ഓക്കെ. മിസ്ഡീമിനർ. ഓക്കെ. മിസ്ഡീമിനർ. ഇതിൻ്റെ ഒരു സ്പെല്ലിംഗ് എന്ന് വെച്ചാൽ MISDEMEN, മീൻ, അവർ. ഓക്കെ. മിസ്ഡീമിനർ. ഓക്കെ. ഇതെന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഒരു കൂടിയ ക്രൈമിനെയാണ് മിസ്ഡീമിനർ. സോ ഫസ്റ്റ് വരുന്നത് ഇൻഫ്രാക്ഷൻ, നെക്സ്റ്റ് വരുന്നത് മിസ്ഡീമിനർ, നെക്സ്റ്റ് വരുന്നതാണ് ഫെലണി ചാർജസ്. ഓക്കെ. ഫെലണി ചാർജസ് എന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഹയർ ആയിട്ട്. ഓക്കെ. ഇപ്പം മർഡർ ഒക്കെ വരുന്നത് ഫെലണി ചാർജസിലാണ്. ഓക്കെ. ഇനി മിസ്ഡീമിനർ. ഓക്കെ. എ ക്രൈം ദാറ്റ് ഈസ് നോട്ട് കൺസിഡർഡ് ടു ബി വെരി സീരിയസ്. മിസ്ഡീമിനർ എന്ന് പറഞ്ഞാൽ എ ക്രൈം ദാറ്റ് ഈസ് നോട്ട് കൺസിഡർഡ് ടു ബി വെരി സീരിയസ്, പക്ഷെ അതല്ല ഫെലണി. ഓക്കെ. ആഡ് ടു കമ്മിറ്റിംഗ് എ സീരിയസ് ക്രൈം സച്ച് ആസ് മർഡർ ഓർ റേപ്പ്. മർഡർ ഓർ റേപ്പിനെയൊക്കെയാണ് ഫെലണിയിൽ ഉൾപ്പെടുത്തേക്കുന്നത്. എ ചാർജ് ഓഫ് ഫെലണി. ഓക്കെ. സോ റീസൺ പറയുന്നത് എങ്ങനെയാണ്, എ ചാർജ് ഓഫ് ഫെലണി. ഓക്കെ. നൗ പെറ്റി ക്രൈം. പെറ്റി ക്രൈം എന്ന് വെച്ചാൽ സില്ലി ആയത്. തെഫ്റ്റ്, തീഫാണ്. ആരാണ് മോഷ്ടിക്കുന്നത്? തീഫ്. ഓക്കെ. പെറ്റി ക്രൈം. ഈ പെറ്റി ക്രൈമിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത് ജുവനൈൽ ക്രൈംസ്. ഓക്കെ. ജുവനൈൽ ഹോം, ജുവനൈൽ ക്രൈം. ഓക്കെ. be indicated on, be indicated.
ഓൺ. അതായത് ഇൻഡിക്കേറ്റഡ് എന്ന് ഇൻഡിക്കേറ്റഡ് അല്ല വരുന്നത്, ഇൻഡിക്റ്റ്. ഓക്കെ, CA ഇല്ല, ഇൻഡിക്കേറ്റഡ് എന്ന് പറയുമ്പോൾ CATED, ഇൻഡിക്കേറ്റ് ചെയ്യുക. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ ഇൻഡിക്റ്റ്. ഓക്കെ, ഒഫീഷ്യലി ചാർജ് സമ്മൺ വിത്ത് എ ക്രൈം. ടു ഒഫീഷ്യലി ചാർജ് വിത്ത് സമ്മൺ വിത്ത് എ ക്രൈം, അതായത് ഒഫീഷ്യലായിട്ട് അവർ ക്രൈം ചെയ്തു എന്ന് ഡിക്ലെയർ ചെയ്യുന്നതിനാണ് പറയുന്നത് ഇൻഡിക്റ്റ്. ഓക്കെ, ദി സെനറ്റർ വാസ് ഇൻഡിക്റ്റ് ഫോർ മർഡർ. Senator was indicted for murder. She was indicted on charge of corruption. Okay, indict. To officially declare ചെയ്യുന്നതിനെ പറയുന്നതാണ് indict. Okay, be indicted on charges of rape, fraud or felony. Now be convicted on charges of rape. See, be indicted on charges. ഇന്നല്ല പ്രിപ്പോസിഷൻ വരുന്നത്, ഓൺ ആണ് പ്രിപ്പോസിഷൻ വരുന്നത്. സോ ഇതിൻ്റെ ഇൻഡിക്റ്റഡിന് പകരം വേറെ യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡാണ് ബി കൺവിക്റ്റഡ് ഓൺ ചാർജസ് ഓഫ് റേപ്പ് എന്തെങ്കിലും. ഓക്കെ, കൺവിക്റ്റ്. ടു ഡിസൈഡ് ആൻഡ് സ്റ്റേറ്റ് ഒഫീഷ്യലി ഇൻ കോർട്ട് ദാറ്റ് സംബഡി ഈസ് ഗിൽറ്റി ഓഫ് എ ക്രൈം. അതായത് ഒഫീഷ്യലായിട്ട് ഡിക്ലെയർ ചെയ്യണം, ഇതിനെ കോർട്ടിൽ ഡിക്ലെയർ ചെയ്യണതിനെ പറയുന്ന പേരാണ് കൺവിക്റ്റ്. അതായത് കോർട്ടിൽ തന്നെ ഡിക്ലെയർ ചെയ്യുന്നതിനാണ് നമ്മൾ പറയുന്നത് എന്താണ്, കൺവിക്റ്റ്. ഓക്കെ, there wasn't enough evidence to convict her. പ്രോപ്പറായ റീസൺ ഇല്ല. there wasn't enough evidence to convict her. അല്ലെങ്കിൽ എ കൺവിക്റ്റഡ് മർഡർ. കൺവിക്റ്റഡ് മർഡർ ആരോ കോർട്ടിൽ ഡിസൈഡ് ചെയ്തു അവർ ക്രൈം ചെയ്തതാണ്. എ കൺവിക്റ്റഡ് മർഡർ. ഹി വാസ് കൺവിക്റ്റഡ് ഓഫ് fraud. Next example, he was convicted of fraud. So രണ്ട് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്യുന്നതിന് രണ്ട് വൊക്കാബുലറി ആണ് ഉള്ളത്. ഒന്നെന്ന് പറയുമ്പോൾ ഇൻഡിക്റ്റും ഒന്നെന്ന് പറയുമ്പോൾ കൺവിക്റ്റും. ഓക്കെ, നെക്സ്റ്റ് ബി അറസ്റ്റഡ് ഓൺ സസ്പീഷൻ ഓഫ് ആർസൺ, റോബറി, ഷോപ്ലിഫ്റ്റിംഗ്. ഓക്കെ, ഫസ്റ്റ് ഓക്കെ, ആർസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻറ്റൻഷണൽ ആയിട്ട് എവിടെയെങ്കിലും ഒരു തീ ഇടുന്നതിനാണ് പറയുന്നത് ആർസൺ. ഇനി ആ ആർസൺ ചെയ്യുന്ന വ്യക്തിക്ക് പറഞ്ഞ പേരാണ് ആർസണർ. ഓക്കെ, ഷോപ്പ് ലിഫ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോപ്പിൽ നിന്ന് മോഷ്ടിക്കുന്നതിനാണ് ഷോപ്പ് ലിഫ്റ്റിംഗ്. അതാണ് അതിൻ്റെ വൊക്കാബുലറി. ഓക്കെ, സോ ബി അറസ്റ്റഡ് ഓൺ സസ്പീഷൻ ഓഫ്, ഡൗട്ട് അടിച്ചു, അതുകൊണ്ട് ഓൺ സസ്പീഷൻ ഓഫ് ആർസൺ. നൗ ബി അക്യൂസ്ഡ് ഓഫ്, അല്ലെങ്കിൽ അക്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആരോപണമാണ്. ബി അക്യൂസ്ഡ് ഓഫ്, ബി ചാർജ് വിത്ത് മർഡർ. ഓക്കെ, ബി അക്യൂസ്ഡ് ഓഫ് അല്ലെങ്കിൽ ബി ചാർജ്, എല്ലാം ഇത് വരുന്നതാണ് ബി ഫോമാണ്. ബി ചാർജ് വിത്ത് മർഡർ ഫോർ കൗണ്ട്സ് ഓഫ് ഫ്രോഡ്. ആ ഫ്രോഡ്സിൻ്റെ ആയിട്ട് കണക്കാക്കുക. കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൈമിനെ തന്നെയാണ് പറയുക. ആ ക്രൈം കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് a crime that somebody is accused of committing. She appeared in court on 3 accounts of fraud. Count ചെയ്യുക. ഓക്കെ, കുറേ കേസിൽ വരുമ്പോൾ കൗണ്ട് ഓഫ് ഫ്രോഡ്, കൗണ്ട്സ് ഓഫ് ഫ്രോഡ്. ആരെ സരിതേനൊക്കെ ചിന്തിക്കാം. ഷീ appeared in courts of 3 counts of fraud. കസ്റ്റഡി. ഓക്കെ, എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റഡി എന്ന് വെച്ചാൽ the state of being in prison, especially while waiting for a trial. ഒരു വിധി വന്നിട്ടില്ല, പക്ഷേ വെയിറ്റിംഗ് ഫോർ എ ട്രയലിൻ്റെ സമയത്ത് നിൽക്കുന്നതിനാണ് കസ്റ്റഡിയിലായി എന്ന് പറയുന്നത്. ആഫ്റ്റർ ദ റയറ്റ് 32 people were taken into the police custody. ആ ഒരു റൈറ്റിന് ശേഷം 32 people were taken into the police custody. The police arrested him and took him into custody. He was remanded in custody. Remanded. വിധി വന്നിട്ടില്ല, ആ ഒരു സിറ്റുവേഷൻ. റിമാൻഡഡ് ഇൻ കസ്റ്റഡി. ചാർജ് വിത്ത് ദ മർഡർ ഓഫ് എ പോലീസ്മാൻ. നൗ റിമാൻഡ് സംബഡി. എന്താണ് ഈ റിമാൻഡ് എന്ന് പറഞ്ഞാൽ? അതായത് ഇപ്പം കേസിന് വിധി വന്നിട്ടില്ല, പക്ഷെ കുറച്ച് കാലത്തേക്ക് വേണ്ടിയിട്ട് റിമാൻഡ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലം ട്രയൽ, അവരുടെ ആ ഒരു വെയിറ്റിംഗ് പീരീഡിലാണ് അവരുടെ വിധി വന്നിട്ടില്ല. To send somebody away from a court to wait for their trial, കാത്തിരിക്കാൻ വേണ്ടിയിട്ട്, which will take place at a later day. പിന്നെ എപ്പോഴെങ്കിലും അതിനാണ് റിമാൻഡ് സംബഡി എന്ന് പറഞ്ഞത്. Okay, the 2 men were charged with burglary and remanded in custody. Okay,
ഷി വാസ് റിമാൻഡഡ് ഓൺ ബെയിൽ. ബെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ തൽക്കാലമായിട്ട് ജാമ്യം. ഓക്കെ, അതിനെയാണ് ജാമ്യത്തിനാണ് ബെയിൽ എന്ന് പറയുന്നത്. ആഫ്റ്റർ ഹിസ് അറസ്റ്റ് ഹി വാസ് റിമാൻഡഡ് ടു ബ്രിക്സ്റ്റൺ പ്രിസൺ. നൗ ഫേസ്ഡ് indecent assault. അതായത് ഈ അസോൾട്ട് എന്നൊരു വാക്ക്, ഓക്കെ, ഈ അസോൾട്ട് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ ഫിസിക്കലി ആയിട്ട് അറ്റാക്ക് ചെയ്യുക. നമ്മൾ ഫിസിക്കലായിട്ട് അറ്റാക്ക് ചെയ്യുന്നതിന് പറയുന്ന അസോൾട്ട്. അതിനൊരു വേറെ വേർഡ്സ് ഉണ്ട്, ലേറ്റർ ആയിട്ട് പഠിക്കും. ബാറ്ററി എന്നും കൂടെ പറയും, അസോൾട്ട് ആൻഡ് ബാറ്ററി. ഓക്കെ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഫിസിക്കലായിട്ടും കൂടെ നമ്മൾ ഉപദ്രവിച്ചതിനും കൂടിയാണ് അസോൾട്ട് എന്ന് പറയുന്നത്. സോ ഇൻഡീസെന്റ് അസോൾട്ട് എന്ന് പറയുന്നത് സെക്ഷൽ അറ്റാക്ക് ഓൺ സംബഡി, പക്ഷേ അതൊരിക്കലും റേപ്പിലെത്തി. ദാറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് റേപ്പ്. അതായത് റേപ്പ് ചെയ്യാതെ സെക്ഷലി ഉപദ്രവിക്കുന്നതാണ് ഇൻഡീസെന്റ് അസോൾട്ട് എന്ന് പറയുന്നത്. സോ അഡ്മിറ്റ് ചെയ്യാം, ഇതൊക്കെ ഫ്രേസൽ വേർബ് എന്ന് പറയും. അഡ്മിറ്റ് യുവർ ഗിൽറ്റ്, ലയബിലിറ്റി ഓർ റെസ്പോൺസിബിലിറ്റി ഫോർ സംതിങ്. ഇനി ലയബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ലീഗലി റെസ്പോൺസിബിൾ. അതായത് ഒരു ലയബിലിറ്റി എന്ന് വെച്ചാൽ എന്തിനെങ്കിലും ലീഗലായിട്ട് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നതിനാണ് പറയുന്നത് ലയബിലിറ്റി. ദ കമ്പനി കനോട്ട് അക്സെപ്റ്റ് ലയബിലിറ്റി ഫോർ എനി ഡാമേജ് കോസ്ഡ് ബൈ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. നാച്ചുറലായിട്ട് ഡിസാസ്റ്റർ ഉണ്ടായതിനൊന്നും കമ്പനി ലയബിലിറ്റി ഏറ്റെടുക്കില്ല. കമ്പനി കനോട്ട് അക്സെപ്റ്റ് ലയബിലിറ്റി ഫോർ എനി ഡാമേജ് കോസ്ഡ് ബൈ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. സോ അതിനെയാണ് ലയബിലിറ്റി എന്ന് പറയുന്നത്. അഡ്മിറ്റ് യുവർ ഗിൽറ്റ്, ലയബിലിറ്റി ഓർ റെസ്പോൺസിബിലിറ്റി. ഇനി നമുക്ക് നമ്മൾക്കെതിരെ വന്ന വാദങ്ങൾ നമ്മൾ ഡിനൈ ചെയ്യാം. ഡിനൈ ദ അലിഗേഷൻസ്, അല്ലെങ്കിൽ പറയാം എതിർത്ത് പറയാം ഡിനൈ ദ അലിഗേഷൻസ് അല്ലെങ്കിൽ ഡിനൈ ദ ക്ലെയിംസ്. അതുപോലെ തന്നെയാണ് ഡിനൈ അലിഗേഷൻസ്, ക്ലെയിംസ്, ചാർജസ്. കൺഫസ് ചെയ്യാം, കുറ്റസമ്മതം നടത്തുക. കൺഫസ് ടു എ ക്രൈം, ഡിനൈ ചെയ്യുന്നില്ല, കൺഫസ് ടു എ ക്രൈം. ഗ്രാൻഡ് ബെയിൽ, ജാമ്യം കൊടുക്കുന്നു. ബി റിലീസ്ഡ് ഓർ റിമാൻഡഡ് ഓൺ ബെയിൽ. She was remanded on bail. അതായത് ബെയിലിന് ബെയിൽ നമുക്കറിയാലോ, ഗോ ടു ഫ്രീ അണ്ടിൽ ദ ട്രയൽ ആഫ്റ്റർ ലിവിങ് എ സം ഓഫ് മണി വിത്ത് ദ കോർട്ട്. ഒരു കോർട്ടിലൊരു നിശ്ചിത തുക കെട്ടി വെച്ചതിന് ഫ്രീ ആവുക, ബെയിൽ. സ്വപ്നക്കടക്കം ബെയിൽ കിട്ടി അല്ലേ. ബി റെഫ്യൂസ്ഡ് ബെയിൽ, ബെയിലിനെ റെഫ്യൂസ് ചെയ്യാം. സ്കിപ്പ് ഓർ ജംപ് ബെയിൽ, ഇതിൻ്റെ മീനിങ് എന്ന് പറയുമ്പോൾ സ്കിപ്പ് ബെയിൽ ഓർ ജംപ് ബെയിൽ. ഓക്കെ, അതായത് കോർട്ടിൽ ഇപ്പം നമ്മൾ സ്വപ്നയൊക്കെ സ്കിപ്പ് ചെയ്യുക അല്ലെങ്കിൽ ജംപ് ചെയ്യുക എന്ന് വെച്ചാൽ ഇപ്പം ബെയിൽ ഇറങ്ങിയതിന് ശേഷം തിരിച്ച് കോർട്ടിലേക്ക് എല്ലാ പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ മക്കളും. സോ കോർട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം തിരിച്ച് നമ്മൾ അങ്ങോട്ട് കയറാനായിട്ട് സമ്മതം അല്ലെങ്കിൽ മീൻസ് താല്പര്യപ്പെടുന്നില്ലെങ്കിൽ അതിനെയാണ് പറയുന്നത് സ്കിപ്പ് ഓർ ജംപ് ബെയിൽ. ടു ഫെയിൽ ടു അപ്പിയർ ഇൻ കോർട്ട്, ടു ആൻസർ ടു എ ചാർജ് ആഫ്റ്റർ ബീയിങ് റിലീസ്ഡ് ഓൺ ബെയിൽ. ബെയിൽ വന്നതാണ് പക്ഷെ തിരിച്ചു പോകുന്നില്ല. ഫെയിൽ ടു അപ്പിയർ ഇൻ കോർട്ട്. ഐ കാൻ അഫോർഡ് ടു സ്കിപ്പ് ബെയിൽ. ഐ വുഡ് ലൂസ് $500,000. Okay. We were sure he will jump bail, but he finally showed. We were sure he will jump bail, but he finally showed up. ഇനി കുറച്ച് കോർട്ടാണ്. ഏതൊക്കെയാണ് കോർട്ടുള്ളത്? നമ്മുടെ ഫാമിലി കോർട്ടുണ്ട്, ലീഗൽ സിവിൽ കോർട്ടുണ്ട്. ഫാമിലി കോർട്ടിൽ ശരിക്കും കോർട്ട് അല്ലെങ്കിൽ കോർട്ട് ഹൗസ് എന്ന് പറയും. ഓക്കെ, ഇനി ഫാമിലി കോർട്ട് എന്ന് പറയുമ്പോൾ ചെറിയ ഡൈവേഴ്സിൻ്റെ അല്ലെങ്കിൽ ചെറിയ ചെറിയ കേസസും, സിവിൽ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ക്രൈമുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നഷ്ടപരിഹാരങ്ങളിലൊക്കെ. ഓക്കെ, മജിസ്ട്രേറ്റ്സ് കോർട്ട്. സോ മജിസ്ട്രേറ്റിൻ്റെ കോടതി. സോളിസിറ്റർ,
Okay. A lawyer who prepares legal documents related to sale of land or building, advise people on legal matters, can speak for them in some court. Okay. കുറച്ചും കൂടെ റിലേറ്റഡ് വൊക്കാബുലറി അറ്റോർണി അല്ലെങ്കിൽ ഡിഫൻസ്, പ്രോസിക്യൂട്ടർ, വാദിക്ക് വേണ്ടി വാദിക്കുന്നത് പ്രോസിക്യൂട്ടർ, മറ്റേവർ ഓപ്പോസിറ്റ് ഡിഫൻസ്. ക്രൗൺ കോർട്ട് എന്ന് പറയുമ്പം ഇന്ത്യയിലല്ല, ഇനി ഇംഗ്ലണ്ട്സും വെയിൽസിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിമിനൽ കേസ് ഡീൽ ചെയ്യുന്നതിനെ പറയുന്നതാണ് ക്രൗൺ കോർട്ട്. ഓക്കെ. ബാരിസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ലോയർ ഇൻ ബ്രിട്ടൻ ഹു ഹാസ് ദ റൈറ്റ് ടു ആർഗ്യൂ കേസസ് ഇൻ ദ ഹയർ കോർട്ട്. ഹയർ കോർട്ടിൽ ആർഗ്യൂ ചെയ്യുന്ന വ്യക്തിനെയാണ് എന്ത് പറയുന്നത്? ബാരിസ്റ്റർ. സോ സോളിസിറ്റർ, ബാരിസ്റ്റർ, ക്രൗൺ കോർട്ട്. ബ്രിങ് സംബഡി ടു ട്രയൽ, വാദത്തിന് കൊണ്ടുവരുന്നതിന്. ബ്രിങ് സംബഡി, സ്റ്റാൻഡ് on a trial, be on trial, go on trial, come to trial. Bring somebody to trial. Stand trial എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡും ട്രയലും ആണ്. ഓക്കെ. സ്റ്റാൻഡ് ട്രയൽ എന്ന് പറഞ്ഞാൽ to be the accused person in a trial before a judge. To be on a trial, to be on trial. അതായത് വാദിക്കുന്ന ആ ഒരു സമയത്ത്, അതായത് വിധി വരുന്നതിന് മുമ്പത്തെ ഒരു സമയത്തെയാണ് ട്രയൽ എന്ന് പറയുന്നത്. ഹി ഹാഡ് ടു സ്റ്റാൻഡ് ട്രയൽ ഫോർ തെഫ്റ്റ്. എക്സാമ്പിൾ, ഹി ഹാഡ് ടു സ്റ്റാൻഡ് ട്രയൽ ഫോർ തെഫ്റ്റ്. ഹി അക്യൂസ്ഡ് പേഴ്സൺ, കുറ്റാരോപിതനായ അക്യൂസ്ഡ് പേഴ്സൺ ഇൻ എ ട്രയൽ ബിഫോർ എ ജഡ്ജ് ടു ബി ഓൺ ദ ട്രയൽ. അവെയ്റ്റ് ട്രയൽ എന്ന് വെച്ചാൽ അതിന് വെയിറ്റ് ചെയ്യുന്നതിൻ്റെ ആ വെയിറ്റിംഗ് പീരീഡിന് അവെയ്റ്റ്, വെയിറ്റിംഗ് എന്നാണ്, വെയിറ്റിംഗ് ഫോർ തന്നെയാണ് അവെയ്റ്റ്. ഹീ ഈസ് ഇൻ പ്രിസൺ awaiting trial on drug charge. He is in prison awaiting trials on drug charge. Attend a trial. As a journalist, he attended every murder trial of note. Attend. One await trial, one attend a trial. Journalist attended a trial. Take somebody to court. Their neighbors took them to court. Arana kondodu take somebody to their neighbors. They took their landlord to court for breaking the contract. Next example, they took their landlord to court for breaking the contract. And next one, come to court. ഇതൊക്കെ ഫ്രേസൽ വേർബ്സ് ആണ്. കുറച്ച് ഗ്രൂപ്പായിട്ട് കാണുന്നതിനൊക്കെ ഫ്രേസൽ വേർബ്സ് എന്ന് പറയും. ഓക്കെ. ഈ വൊക്കാബുലറീസ് പഠിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല മെത്തേഡുണ്ട്. അതിനകത്ത് ഒരു മെത്തേഡാണ് ഞാൻ പറയുന്നത്. ഒരു വീഡിയോ, ഇപ്പോൾ യൂട്യൂബിൻ്റെ വീഡിയോസൊക്കെ കണ്ട് പഠിക്കുകയാണെങ്കിൽ ഫസ്റ്റ് യൂട്യൂബിൻ്റെ വീഡിയോസും റിലാക്സ്ഡ് മോഡിലൊന്ന് കംപ്ലീറ്റ് ആയിട്ട് കാണുക. അതിനുശേഷം ലാപ്ടോപ്പ് അല്ല യൂസ് ചെയ്യണമെങ്കിൽ സാധാ നോട്ട്ബുക്ക്, ലാപ്ടോപ്പ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്റ്റിക്കി നോട്ട്സോ അല്ലെങ്കിൽ നോട്ട് പാഡ് പോലെ യൂസ് ചെയ്തിട്ട് സെക്കൻഡ് നമ്മൾ രണ്ടാമത് ഇതേ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇതൊന്ന് എഴുതി നോക്കുക. മീൻസ് കംപ്ലീറ്റ് ആയിട്ട് എഴുതണ്ട. ആ ഒരു കം ടു കോട്ട് എന്ന് വെച്ചാൽ ആ അത്ര എഴുതിയാൽ മതി. എക്സാമ്പിൾസോ കാര്യങ്ങളോ എഴുതണ്ട. അല്ലെങ്കിൽ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് തിങ്ക് ചെയ്ത് എക്സാമ്പിൾ സെൻറ്റൻസ് ഉണ്ടാക്കുക. ഇങ്ങനെ പഠിക്കുവാണെങ്കിൽ അത് ഓർത്തിരിക്കാനായിട്ട് പറ്റും. അതായത് ഫസ്റ്റ് ഒരു റിലാക്സ്ഡ് മോഡിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന പോലെ സെക്കൻഡ് നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ ഒരു എഫേർട്ട് ഇടുന്ന, ഓക്കെ, എഫേർട്ട് ഇട്ട് ഒരു സെക്കൻഡ് അറ്റംപ്റ്റും കൂടെ റിവൈസ് ചെയ്യുന്ന പോലെ ആകുമ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും കുറച്ചും കൂടെ വൊക്കാബുലറി നമ്മുടെ തലയിലേക്ക് സ്റ്റേ ചെയ്യുന്നത്. വൊക്കാബുലറി പഠിച്ചെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. The case took 5 years to come to court. അതായത് പെട്ടെന്നൊന്നും കോർട്ടിലേക്ക് കേസൊന്നും നടക്കില്ല. ടു കം ടു കോർട്ട്. The case took 5. ഒരു വ്യക്തിയല്ല ഇവിടെ വരുന്നത്, അല്ലേ? The case itself took 5 years to come to court. Go to court. Come to court, go to court. We are prepared to go to court to get our compensation. We are prepared to go to court to get our compensation.
സെറ്റിൽ സംതിങ് ഔട്ട് ഓഫ് കോർട്ട്, അതായത് പുറത്ത്, അതായത് മധ്യസ്ഥന് വഴി കോർട്ടിലല്ലാതെ തന്നെ സെറ്റിൽ ചെയ്യുന്നതിനാണ് സെറ്റിൽ സംതിങ് ഔട്ട് ഓഫ് കോർട്ട്. കോർട്ടിൽ പോയി കഴിഞ്ഞാൽ ഇതാണ് ഗോ ടു കോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കം ടു കോർട്ട്. ദ കേസ് ടുക്ക് 5 years, 5ഉം 10 years എടുക്കും ഇന്ത്യയിലൊരു കേസ് തീരണമെങ്കിൽ. സെറ്റിൽ സംതിങ് ഔട്ട് ഓഫ് കോർട്ട് ആണെങ്കിൽ പെട്ടെന്ന് കാര്യം നടക്കും. ദ ഡിസ്പ്യൂട്ട് വാസ് സെറ്റിൽ ഔട്ട് ഓഫ് കോർട്ട്. എവിടെയാണ്? ഔട്ട് ഓഫ് കോർട്ടിലാണ് ഡിസ്പ്യൂട്ട് അവസാനിച്ചത്. ഫേസ്, അവോയ്ഡ് ഓർ എസ്കേപ്പ്, ഫേസ് ചെയ്യുക അല്ലെങ്കിൽ ഫേസ് പ്രോസിക്യൂഷൻ, ഓക്കെ, ഓർ അവോയ്ഡ് ഓർ എസ്കേപ്പ് പ്രോസിക്യൂഷൻ. പ്രോസിക്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് അയാൾ തെറ്റുകാരനാണെന്ന് തെളിയിക്കുന്നതിനാണ്. ട്രൈങ് ടു പ്രൂവ്, തെറ്റുകാരനാണെന്ന് പ്രൂവ് ചെയ്യുന്ന, കോർട്ടിൽ പ്രൂവ് ചെയ്യുന്നതാണ് പ്രോസിക്യൂഷൻ. അത് ചെയ്യുന്ന വ്യക്തിനെയാണ് പറയുന്നത് പ്രോസിക്യൂട്ടർ. പബ്ലിക് അല്ലെങ്കിൽ സ്റ്റേറ്റ് പ്രോസിക്യൂട്ടർ ഉണ്ട്. ഓക്കെ, ഇതാണ് ഹോൾഡ് എ ഹിയറിംഗ് അല്ലെങ്കിൽ കണ്ടക്ട് എ ഹിയറിംഗ്, നടത്തുക, അറ്റൻഡ് എ ഹിയറിംഗ്, അഡ്ജേൺ എ ഹിയറിംഗ്. ഹിയറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഫീഷ്യൽ മീറ്റിംഗ് അറ്റ് വിച്ച് ദ ഫാക്ട്സ് അബൌട്ട് എ ക്രൈം, കംപ്ലൈൻറ്റ് എക്സെട്ര ആർ പ്രസൻറ്റഡ് ടു ദ പേഴ്സൺ ഓർ ഗ്രൂപ്പ്. കോർട്ടിനകത്താണ് ഹിയറിംഗ് ഒക്കെ നടക്കുന്നത്, എ കോർട്ട്. ഓക്കെ, അഡ്ജേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിരിച്ചു വിടുന്നതിനാണ് അഡ്ജേൺ എന്ന് പറയുന്നത്. ഓക്കെ, ഹോൾഡ്, കണ്ടക്ട്, അറ്റൻഡ്, ഹിയറിംഗ്, അതായത് ട്രയൽ അറ്റൻഡ് ചെയ്യാന്നൊക്കെ പറയുന്നത് പോലെ തന്നെയാണ് പിരിച്ചു വിടുക. ഓക്കെ, അഡ്ജേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് ഓഫ്, ബ്രേക്ക് ചെയ്യുക, അതിനെയാണ് അഡ്ജേൺ എന്ന് പറയുന്നത്. നൗ സിറ്റ് ഓൺ, കൺവിൻസ് ദ ജൂറി. ജൂറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജഡ്ജ് അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ആ കേസ് കാണാൻ വന്നിരിക്കുന്നവരെ പബ്ലിക്കായിട്ട് അവരെ ജൂറിനെ കൺസിഡർ ചെയ്യാറുണ്ട് അല്ലേ. ഓക്കെ, ജൂറി എന്ന് വെച്ചാൽ മെയിനായിട്ട് ജഡ്ജിനെയാണ്. സിറ്റ് ഓൺ ദ ജൂറി, ഇൻഫ്ലുവൻസ് ദ ജൂറി, പെർസ്വേഡ് ദ ജൂറി, കൺവിൻസ് ദ ജൂറി. സിറ്റ് ഓൺ, ഇൻഫ്ലുവൻസ്, പെർസ്വേഡ്, കൺവിൻസ് ദ ജൂറി. ഇനി ഡോക്ക്. ഈ ഡോക്കിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ആ ഒരു സാക്ഷിക്കൂടില്ലേ, കോർട്ടിൽ കാണുന്ന ആ കൂട്. ഹീസ് ബീൻ ഇൻ ദ ഡെക്ക്, സോറി, ഇൻ ദ ഡോക്ക്. ഹീസ് ബീൻ ഇൻ ദ ഡോക്ക് സെവറൽ ടൈംസ് ഓൾറെഡി. അതായത് പല കേസിലും നമ്മൾ സിനിമയിൽ കാണുന്ന പോലെയല്ല ഈ ഡോക്കിനകത്ത് ആക്ച്വലി കയറി നിൽക്കുന്നൊന്നുമില്ല. അത് എവിടെ ഒരു പൊടി പിടിച്ച് മൂലയിൽ കിടക്കുന്നേ ഉള്ളൂ. സോ അതാണ് സത്യാവസ്ഥ. ഓക്കെ, പ്ലീഡ് ഗിൽറ്റി. പ്ലീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു സ്റ്റേറ്റ് ഇൻ കോർട്ട് ദാറ്റ് യു ആർ ഗിൽറ്റി ഓർ നോട്ട് ഗിൽറ്റി ഓൺ എ ക്രൈം. ഹൗ ഡു യു പ്ലീഡ്? എക്സാമ്പിൾ സെൻറ്റൻസ്. ടു എ ക്രൈം എന്നാണ് പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. പ്ലീഡ് ചെയ്യുക അല്ലെങ്കിൽ പ്ലീഡ് ഗിൽറ്റി അല്ലെങ്കിൽ പ്ലീഡ് നോട്ട് ഗിൽറ്റി ടു എ ക്രൈം എന്ന് വെച്ചാൽ നോട്ട് ഗിൽറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നസെൻ്റ് അല്ല, പ്ലീഡ് ഇന്നസെൻറ്റ്. ഓക്കെ, നോട്ട് ഗിൽറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നസെൻ്റ് അല്ല, പിന്നെ അവർക്ക് പെട്ടെന്ന് തന്നെ ശിക്ഷ വിധിക്കും. ഓക്കെ, ഈ ഡോക്കിൻ്റെ വേറെ പേരാണ് വിറ്റ്നസ് ബോക്സ്. അതേപോലെ തന്നെ ഒന്ന് ഡോക്കും ഒന്ന് വിറ്റ്നസ് ബോക്സും ആണ്. ഓക്കെ, ബി കോൾ, ഒന്നിലേക്ക് കോൾ ചെയ്യുക, ടു എൻറ്റർ ദ വിറ്റ്നസ് ബോക്സ്, അല്ലെങ്കിൽ ഓൺ ദ സ്റ്റാൻഡ്. ഒന്ന് ഡോക്ക്, വിറ്റ്നസ് ബോക്സ്, സ്റ്റാൻഡ്. ടേക്ക് ഓർ പുട്ട് സംബഡി ഓൺ ദ വിറ്റ്നസ് സ്റ്റാൻഡ്. ഓക്കെ, ഓൺ ആണ് പ്രിപ്പോസിഷൻ വരുന്നത്. സപ്നിയ എ വിറ്റ്നസ്. സപ്നിയ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ സംബഡി ടു അറ്റൻഡ് കോർട്ട് ആൻഡ് ഗീവ് എവിഡൻസ് ആസ് എ വിറ്റ്നസ്. മീൻസ് അവർ കോർട്ട് തന്നെ വിധിക്കുകയാണ് എവിഡൻസ് ആയിട്ട്, വിറ്റ്നസ് ആയിട്ട് വന്ന് എവിഡൻസ് തരണേന പറയണൊരു വേർഡാണ് സപ്നിയ. പ്രൊണൗൺസിയേഷൻ ഒന്ന് നോക്കാം.
subpoena, subpoena, സപീന സപീന ഈ ഒരു വൊക്കാബുലറി ആയിട്ട് എവിടെയും വരുന്നില്ല. സപീന. ഓക്കെ, സപീന. subpoena, subpoena. Okay. The court subpoenaed her to appear as a witness. Call a witness. ഒന്നിലേക്ക് ക്വസ്റ്റ്യൻ, ക്രോസ് എക്സാമിൻ, അല്ലെങ്കിൽ വേറൊരു ഇൻട്രോഗേറ്റ്. ഇൻട്രോഗേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. ഓക്കെ. എ വിറ്റ്നസ്. ഗീവ് എവിഡൻസ്. എവിഡൻസ് അറിയാലോ. ഹിയർ ദ എവിഡൻസ്. ആ എവിഡൻസിനെ ഹിയറിങ്ങിനെ പറയുന്ന പേരാണ് ഹിയർ ദ എവിഡൻസ്. ഇനി ഓവർ ഒബ്ജെക്ഷൻ, അതായത് 3 വേർഡാണ് നമുക്ക് സിനിമയിൽ നിന്ന് തന്നെ കിട്ടുന്നത്. ഒബ്ജെക്ഷൻ സസ്റ്റെയിൻ, ഒബ്ജെക്ഷൻ ഓവർ റൂൾ. ഒബ്ജെക്ഷൻ റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി സംസാരിക്കരുത് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഒബ്ജെക്ഷൻ സസ്റ്റെയിൻ സംസാരിച്ചോ. ഒബ്ജെക്ഷൻ ഓവർ റൂൾ, ആ ഒബ്ജെക്ഷൻ പറയുന്ന വ്യക്തിനെ, ഒബ്ജെക്ഷൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയില്ലേ, ആ വ്യക്തിനെ റിജക്റ്റ് ചെയ്യുന്നതിനാണ് ഒബ്ജെക്ഷൻ ഓവർ റൂൾഡ് എന്ന് പറയുന്നത്. റിജക്റ്റ് ചെയ്യുന്നു. അവർ പറഞ്ഞ ഒബ്ജെക്ഷൻ എന്ന് പറഞ്ഞതിന് ജഡ്ജ് പറയണം ഒബ്ജെക്ഷൻ ഓവർ റൂൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വിധി ഇനി പറഞ്ഞോ എന്നുള്ള രീതിയാണ്. ഓക്കെ. സോ ഫസ്റ്റ് വീഡിയോയിൽ ഇത്രയിൽ ഞാൻ നിർത്തുന്നു. താങ്ക് യു.